ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് നമ്മോടൊരു ഉപമ പറയുന്നുണ്ട്. 100 ആടുകളുടെ ഉപമ. അതിലൊരു ആട് കാണാതെ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ 99 വിട്ടിട്ട് കർത്താവ് ആ ഒന്നിനെ തേടി പോവുകയാണ്. എന്താ ഒന്നിനെ തേടി പോകാൻ കാരണം? ഒരുപാട് ചിന്തകളുണ്ട്. ഈ 99 പേരും പരസ്പരം കൂട്ടുകാരായിരിക്കാം. ഈ ഒന്നിനെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല. ഇത് കൂട്ടം തെറ്റിയ ആടാണ്. ഈ 99 ആടിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാൻ ആളുകളുണ്ട്. പക്ഷേ ഈ ഒരാടിനെ മാത്രം സ്നേഹിക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് കർത്താവ് ആ ആടിനെ തേടി, ആ ആട്ടിൻകുട്ടിയെ തേടിപ്പോയത്. അതിനെ സ്നേഹിക്കാൻ ഒരാൾ വേണം. അതുകൊണ്ടാണ് കർത്താവ് ആ ആട്ടിൻകുട്ടിയെ തേടിപ്പോയത്. ഒരുപക്ഷെ സ്നേഹിക്കാൻ ആരുമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം. ജീവിതത്തിൽ കൂട്ടുകാരില്ലാത്തൊരു വ്യക്തിയായിരിക്കാം. തകർന്നു പോയൊരു വ്യക്തിയായിരിക്കാം. ആർക്കും വേണ്ടാത്തവരായിരിക്കാം. ജീവിതം മടുത്തുപോയ വ്യക്തിയായിരിക്കാം. കടുത്ത നിരാശയുടെ നടുവിലൂടെ പോകുന്നതായിരിക്കാം. സഹിപ്പാൻ കഴിയാത്ത പ്രയാസങ്ങളും ദുഃഖങ്ങളുമായിട്ട് മനുഷ്യരുടെ കുറ്റപ്പെടുത്തലുകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നെ ആർക്കും വേണ്ട, എന്റെ ജീവിതം മടുത്തുപോയി, എത്ര കാലം ഞാൻ ഏകയായി നടക്കണം. വിതുമ്പലുകളും ഹൃദയ നെടുവീർപ്പുകളുമായിട്ട് ജീവിതം തകർന്നു പോയൊരു വ്യക്തിയാണോ നീ? ആർക്കും വേണ്ടാത്തവളാണോ നീ? കർത്താവ് നിന്നോട് പറയുകയാണ്, ഇതാ പരസ്പരം സ്നേഹിക്കുന്ന 99 വിട്ടിട്ട് ഞാൻ നിന്നെ തേടി വന്നിരിക്കുകയാണ്. നിന്നെ ആർക്കും വേണ്ടെങ്കിലും എനിക്ക് ആവശ്യമുണ്ട്. നിന്നെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ അടച്ചു പിടിക്കും. നീ എന്റേത് മാത്രമാണ്. നീ എന്റേതാണ്. എന്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ നിന്നെ വെക്കും. യേശുവിന്റെ സ്നേഹം എന്ന് പറയുന്ന അത്രയ്ക്ക് വളരെ വലുതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം അതിന്റെ 15 വാക്യം പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം, നിത്യസ്നേഹം. പരസ്പരം ബന്ധങ്ങളും സ്നേഹങ്ങളും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കുകയും കരുതുന്നവരുടെ ഇടയിൽ ഒറ്റപ്പെട്ടു പോയവരോട് കർത്താവ് പറയുകയാണ്, ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഒറ്റപ്പെട്ടു പോയവരോട് കർത്താവ് പറയുകയാണ്, പെറ്റമ്മ നിന്നെ മറന്നാലും ആരൊക്കെ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. നീ എന്റേതാണ്. നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണം. നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട്. പ്രിയപ്പെട്ട ദൈവപൈതലേ, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ഒത്തിരി പ്രയാസങ്ങളുടെ നടുവിലൂടെ നീ കടന്നു പോവുകയാണ്. നിനക്ക് സഹിപ്പാൻ കഴിയാത്ത പ്രയാസങ്ങളുണ്ടോ? യേശു നിന്നോട് പറയുകയാണ്, 99 വിട്ടിട്ട് ഒന്നിനെ തേടി വന്ന കർത്താവ് നിന്നോട് പറയുകയാണ്, നീ എന്റേതാണ്. നിന്റെ കൂടെയുണ്ട്. ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. കർത്താവ് നിന്റെ കൂടെയുണ്ട്. അവൻ നിന്നെ വഴി നടത്തും. നിന്റെ ഏത് പ്രതിസന്ധിയിലും, നിന്റെ ഏത് ദുഃഖങ്ങളിലും, നിന്റെ ഏത് തകർച്ചകളിലും, നിന്റെ ഏതൊക്കെ മനുഷ്യരെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടാലും അവിടുന്ന് എടുത്ത് വാരിപ്പുണർന്ന് മാറോട് ചേർത്ത് വെക്കുന്ന സ്നേഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ക്രിസ്തുവിലേക്ക് നമുക്ക് അടുത്ത് വരാം. യേശു ക്രിസ്തു നിത്യസ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. യേശുവിനെ ഒന്ന് സ്നേഹിക്കാൻ സാധിക്കുന്നു. നീ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായിരിക്കട്ടെ, ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാകട്ടെ, യേശുവിനെ നീ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തലുകളുടെ നടുവിൽ ക്രിസ്തു നിന്നെ അണച്ചു പിടിക്കും. അവന്റെ സ്നേഹം നിത്യമാണ്. ഭൂമിയിൽ ആരും നൽകാത്ത സ്നേഹമാണ്. അവനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഒരു വാക്ക് യേശുവിനോട് പ്രാർത്ഥിക്കണം. എല്ലാവരും കർത്താവെ എന്നെ ഉപേക്ഷിച്ചു പോയി, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു, നീ മാത്രം എൻ്റെ കൂടെ ഇരിക്കണമേ. ഈ ഭൂമിയിലെ സ്നേഹിതരെല്ലാം വെറും നൈമിഷികമാണ് ഞാൻ തിരിച്ചറിയും.
നീ മാത്രമാണ് കർത്താവ് എൻ്റെ കൂടെ. നീ എന്നോട് ചേർന്നിരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.